Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. അമരമ്പലത്ത് 25ഓളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. അമരമ്പലം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് പന്നികളെ വെടിവെച്ചു കൊന്നത്. കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയത് കർഷകരുടെ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. പന്നിയിടിച്ച് വാഹനാപകടങ്ങളും പതിവായതോടെ ഗ്രാമപഞ്ചായത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് വനം അധികൃതരുടെ അനുമതിയോടെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കാട്ടുപന്നിവേട്ട ശക്തമാക്കിയത്. കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ഒട്ടേറെ കർഷകർക്കും പന്നി ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഡിഎഫ്ഒയുടെ എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അംഗീകൃത തോക്ക് ലൈസൻസുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പന്നിവേട്ട നടത്തിയത്. കൊന്നൊടുക്കിയ പന്നികളെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ പി അഭിലാഷിന്റെ കണക്കെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം അമരമ്പലം വനത്തിനകത്ത് സംസ്കരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ, വാടകം അബ്ദുൽ ഹമീദ് ലബ്ബ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പാലക്കാട് മലബാർ ആർമറി സ്ഥാപന ഉടമ പി എസ് ദിലീപ് മേനോൻ, എം സക്കീർ ഹുസൈൻ, അസീസ് മങ്കട, ഹാരിസ് കുന്നത്ത്, ഫൈസൽ കുന്നത്ത്, ജലീൽ കുന്നത്ത്, ശ്രീധരൻ, ശശി, പ്രമോദ്, അർഷാദ് ഖാൻ പുല്ലാനി എന്നിവരാണ് നേതൃത്വം നൽകിയത്. അമരമ്പലത്ത് മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് പന്നികൾ പെറ്റുപെരുകിയ അവസ്ഥയാണെന്ന് വേട്ടക്കാർ പറഞ്ഞു. കർഷകരുടെ പ്രയാസം അതിരൂക്ഷമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നലെ രാത്രി പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. ഒരു 24ഓളം പന്നികളെ ഇന്നലെ രാത്രി ഒറ്റ ദിവസം കൊണ്ട് വെടിവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുതന്നെ ഓരോ കൂട്ടത്തിൽ 10, 15, 20 വരെയുള്ള കൂട്ടം പന്നികളാണ് ഇന്നലെ ഞങ്ങൾ രാത്രി കണ്ട കാഴ്ച ഒരു ഭയങ്കര ഭീകരമാണ്. ഇത്രയധികം പന്നികൾ ഇപ്പം അടുത്ത കാലത്ത് ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ ഇതുപോലെ പന്നികളെ ഹണ്ടിങ്ങിന് പോകാറുണ്ട് വിവിധ പഞ്ചായത്തുകളിൽ. ഇത്ര അധികം പന്നിയുള്ള ഒരു പ്രദേശം ഇപ്പം അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്ര അധികം പന്നികളെ കാണുന്നത്. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു ഇരിക്കുകയാണ്. ഇത്ര അധികം പന്നികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വർഷം ഈ രീതിയിൽ നിന്നാൽ ഓരോ വർഷം കൂടുന്തോറും ഇതിൻ്റെ പ്രസവം 10, 15 എണ്ണമാണ് ഒരു പ്രസവത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഇത്രയധികം പന്നികൾ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ 2 വർഷത്തെ പോലെ നിന്ന് കഴിഞ്ഞാൽ മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് പ്രസിഡന്റിൻ്റെയൊക്കെ പ്രത്യേക ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി രാത്രിയും പകലും കൂടിയായിട്ട് ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ എന്തായാലും ഇവിടെ വരണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് മാനിച്ചിട്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ ഒരു അടിയന്തരമായി ഒരു ഇടപെടലുകൂടി 1-2 ഇടപെടലുകൂടി ഞങ്ങൾ നടത്തി കൊടുക്കാമെന്ന് ഞങ്ങൾ ഏറ്റിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെ ഇന്നലെ രാത്രി 24ഓളം പന്നികളെയാണ് വെടിവെച്ചത്. നമുക്കറിയാം, ഇന്ന് കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണ് വന്യമൃഗശല്യം. അത് പ്രത്യേകിച്ച് പന്നികളാണ് വലിയ പ്രയാസം നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഈ യാത്രക്കാർക്ക് നേരെ കുറുകെ പന്നി ചാടി കുറേ ആക്സിഡൻറ്റുകളും ആളുകളൊക്കെ മരണപ്പെടുന്നത് വരെ നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെങ്കിലും പഞ്ചായത്ത് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ RRT ടീം ഫോറസ്റ്റും സംയുക്തമായിട്ടാണ് ഇത് നടപ്പാക്കിയത്. എന്താണെങ്കിലും ഇത് കുറേ 2-3-4 മാസം മുന്നേ തന്നെ തീരുമാനം എടുത്ത് കൊടുത്തതാണ്. അവർക്ക് വരാൻ വൈകി. എന്താണെങ്കിലും ഇനി മെമ്പർമാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം എനിക്ക് കർഷകരോട് പറയാനുള്ളത്, ഏത് ഭാഗത്താണോ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ പന്നികളുള്ളത് അതാത് വാർഡിൽ മെമ്പർമാരായിട്ട് ബന്ധപ്പെടണം. ഏത് ഭാഗത്ത് പന്നി ഉണ്ടെങ്കിൽ നമ്മൾ ഇവരെ RRTനെ അറിയിക്കും. ആ ഭാഗത്ത് വന്ന് പന്നികളെ ഇവർ ഷൂട്ട് ചെയ്യും എന്ന് അറിയിക്കണം. തുടർന്നുള്ള ദിവസങ്ങളിലും തങ്ങളുടെ സേവനം ഉണ്ടാകുമെന്നും ഇവർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, പൂക്കോട്ടുംപാടം.